ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രെഞ്ചിങ് ടിപ്പുമായിട്ടാണ്. സാധാരണ നമ്മൾ വെഞ്ചുറി വഴിയാണ് നമ്മൾ വാഴയ്ക്ക് ട്രിപ്പാണെങ്കിൽ വളം കലക്കി വിടുന്നത്. അതല്ലെങ്കിൽ ചുവട്ടിൽ നമ്മൾ ജഗ് ഉപയോഗിച്ച് കോരി ഒഴിക്കും. ഇതല്ലാതെ ഒരു ചാർജർ പമ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വാഴയ്ക്ക് ട്രെഞ്ച് ചെയ്യുക എന്നുള്ളൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വെഞ്ചുറി ഫിറ്റ് ചെയ്യാൻ ഏതാണ്ട് ഒരു 5000 രൂപേൻ്റെ അടുത്ത് നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തവരും അതുപോലെ ചാർജിങ് പമ്പ് ഉള്ളവരും അതുകൊണ്ട് എങ്ങനെയാണ് ട്രെഞ്ച് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വളമാണ്. ഇത് 13.045 ഇത് SOP 0050 പിന്നെ അമോണിയം സൾഫേറ്റ്. ഇതൊരു ബാരലോട്ട് നമ്മൾ 2 കിലോ, ഇത് രണ്ടും ഓരോ കിലോയും അങ്ങനെയാണ് ചെയ്യുന്നത്. പലരും പല അളവിലായിരിക്കും ചെയ്യുന്നത്. നമ്മളിതിങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ പമ്പിൽ കലക്കി വെച്ചിരിക്കുന്ന വളം ഒഴിച്ച് പമ്പ് ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇതുവഴി വെള്ളത്തിൻ്റെ ഒപ്പം മിക്സായി പോയിക്കോളും. ഇതാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന വളം. കൂടി കലക്കി ഇതുവഴി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് മാറി മാറി തീരുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം, ഇതിൻ്റെ അടുത്ത് നിൽക്കണം എന്ന് മാത്രം. അതുവഴി എല്ലാ വാഴയ്ക്കും ഒരുപോലെ തന്നെ വളം ചുവട്ടിലോട്ട് എത്തിക്കോളും. ഇതെല്ലാം ഹോളുള്ളെടുത്ത് ആ വെള്ളത്തിനൊപ്പം ആ മരുന്ന് ഓരോരോ വാഴയ്ക്ക് ഇതേപോലെ എത്തിക്കോളും. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ബാരൽ വെള്ളം നമുക്ക് ഇതുവഴി വിടാവുന്നതാണ്. 1000 വാഴേൻ്റെയൊക്കെ ഒരു ഷിഫ്റ്റിൽ എനിക്ക് ഇതിലെത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1000 വാഴയ്ക്കൊരു 2-3 ബാരലൊക്കെ വിടണമെങ്കിൽ മാത്രമേ ഒരു 50 ഗ്രാമെങ്കിലും ഒരു വാഴേൻ്റെ ചുവട്ടിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വിടണം. ഇത് ആദ്യമായിട്ട് കുലച്ചാണ്, കുല അത്ര നന്നല്ല. അപ്പോൾ ഇനിയുള്ള വാഴയും നല്ല കുല കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് മെയിൻ പൈപ്പാണ്. ഇതുവഴിയാണ് 2 സൈഡിലോട്ടും വെള്ളം ഡിവൈഡ് ആവുന്നത്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ചുവട്ടി തന്നെ വീണുള്ളൂ. അപ്പോൾ അതുവഴി ആവശ്യത്തിന് വാഴയ്ക്ക് നൈട്രജനും ഫോസ്ഫേറ്റും അതുപോലെ സൾഫേറ്റും എല്ലാം എത്തിക്കണം. ഇനിയധികം പൊട്ടാഷിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനിതിപ്പോൾ ഇലയ്ക്കൊരു സൈഡിലൊരു കരിച്ചിൽ പോലെ കാണുന്നുണ്ട്. അത് പൊട്ടാഷിൻ്റെ കുറവാണെന്ന് വിചാരിച്ചിട്ട് വിടുന്നതാണ്. ഓക്കെ.